നന്നായിട്ടുണ്ട്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഒരു ചിക്കൻ ചുക്ക റെസിപ്പി കാണാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വലിയ ഉള്ളി നല്ല നൈസായി കട്ട് ചെയ്ത് എണ്ണയിലിട്ട് നന്നായി മൂപ്പിച്ച് കോരിയെടുക്കണം. ഉള്ളി പെട്ടെന്ന് വറുത്തെടുക്കാൻ ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ. ഉള്ളി ആഡ് ചെയ്തിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ നല്ല ക്രിസ്പി ആയി കിട്ടും. ഇത് വല്ലാണ്ട് കരിഞ്ഞു പോകരുത് കേട്ടോ. ഇനി ഈ വറുത്ത് കോരുന്ന ഉള്ളി ഡയറക്റ്റായിട്ട് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാം നമ്മൾ ഡയറക്റ്റ് ചിക്കനിലേക്ക് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഈ ചിക്കൻ ചുക്കയുടെ മെയിൻ ഐറ്റം എന്താണെന്നറിയോ? കുരുമുളക് പൊടി. അത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം. നിങ്ങളുടെ എരിവിനനുസരിച്ച് മതി. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യുക. പിന്നെ വേണ്ടത് ഒരു സ്പൂൺ മല്ലിപ്പൊടി. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആദ്യം ഉള്ളി വറുക്കാൻ എടുത്ത എണ്ണ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. തൈര് നമ്മൾ എന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തൈര് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂർ അടച്ച് എടുത്ത് വയ്ക്കാം. നമ്മൾ ആദ്യം ഉള്ളി വറുത്ത എണ്ണയില്ലേ, അതന്നെ നമുക്ക് റീയൂസ് ചെയ്യാം. അപ്പോൾ ഒരു ചട്ടിയിൽ ആ എണ്ണ എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ചുക്ക ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിക്കനിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഈ ചിക്കൻ അടച്ച് വെച്ച് വേവിച്ച് അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങും. അതിൽ വേണം ഈ ചിക്കൻ കിടന്ന് കുക്കാവാൻ. ഒരു 5 മിനിറ്റൊക്കെ നന്നായി കുക്കാവുമ്പോൾ തന്നെ വെള്ളം നല്ലോണം ഇറങ്ങും. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയൊരു റെസിപ്പി അല്ലേ ഇത്? ഈ ചിക്കൻ ചുക്ക നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും കുറച്ച് ചോറും കുറച്ച് രസവും നമ്മുടെ കുറച്ച് ചിക്കൻ ചുക്കയും കൂടി ആയാൽ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ചിക്കൻ നല്ലോണം കുക്കായതിന് ശേഷമല്ലേ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്താൽ നമ്മുടെ ചിക്കൻ ചുക്ക റെഡി. ഈ റെസിപ്പി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.